boom, zimam, bing, bing, boom. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബസൻ മാനിയാക് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം കുറേ നാളായി നമ്മളൊരു വ്ളോഗ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം കണ്ടന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റാണിത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബസ്സൊക്കെ കയറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേർത്തലയിലുള്ള വണ്ണസിൻ്റെ ഗ്യാരേജ് 74 ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ണസിൻ്റെ ഫാൻ സ്ട്രിപ്പാണ് വാഗമണിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഫാൻ സ്ട്രിപ്പിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഈ ഒരു വ്ളോഗ് കാണുന്നതിന് മുമ്പേ ഒരു പ്രത്യേക അറിയിപ്പ്. ഞാൻ ഒരു പ്രൊഫഷണൽ വ്ളോഗർ അല്ല. ഞാൻ ചെയ്യുന്ന കണ്ടന്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റാണ് ഈ വ്ളോഗ്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കുറവുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിക്കുക. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ 2 വണ്ടികൾ മാറി കയറി നമ്മൾ നേരെ ചേർത്തല എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ ഗ്യാരേജ് 74 വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച നമ്മുടെ വില്ലനെ കണി കണ്ടുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ പറയുകയാണ്, ഇവിടെ കുറേ പിള്ളേരൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, പിള്ളേർ വണ്ടി കാണാൻ വന്നതായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അതല്ല, ഇന്നൊരു ഫാൻ സ്ട്രിപ്പ് ഉണ്ട്, അപ്പോൾ അതിനാണ് പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പന്തികേട് തോന്നുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും എന്തോന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ വില്ലനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരിയതും പൂമാലയൊക്കെ കെട്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്യാരേജിലെ അറ്റൻഡൻസ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിയോ, രാവൺ, ത്രിലോക്, പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വില്ലനും. ഇത്രയും പേരാണ് ഇന്ന് ഗ്യാരേജിലുള്ളത്. പിന്നെ ഒരു അതിഥിയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സിനിച്ചേട്ടൻ്റെ മാജിക്, ആ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ആ ബാക്കിലത്തെ ഗ്രാഫിക്സ് ആണ് എന്നെ രസമല്ലേ. പിന്നെ നമ്മുടെ വില്ലനെ വില്ലനാക്കുന്ന ഈ ഒരു സൈഡ് ഗ്രാഫിക്സ്, ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെക്കറേറ്റീവ് വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു കൊമ്പിനകത്ത് നേരിയതൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എന്തോ പരിപാടിയെന്ന് നോക്കാം. അത് അപ്പുറത്തെ കൊമ്പിൽ അടുത്ത നേരിയത് കെട്ടുന്നുണ്ട്. പിന്നെ താഴെ ഇതുപോലെ പൂമാലൊക്കെ കെട്ടി നല്ല സെറ്റ് ലുക്കാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വില്ലൻ കൂട്ടനെ. ദാണ്ടെടുത്ത് തോളയിലിടുന്നത്. ചേട്ടാ, അത് അവിടെ ഇടാനുള്ളതല്ല, ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അതെന്തായാലും ആയിട്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഈ ഒരു ഫാൻ സ്ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വില്ലൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്, വില്ലൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല, 70% വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വില്ലൻ്റെ അത്രയും വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഈ ഒരു ഫാൻ സ്ട്രിപ്പ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ വീഡിയോയിലുള്ളൊരു അതിഥി, ഈ കിടക്കുന്ന വൈഗ, ഇതാണ് നമ്മുടെ ഗ്യാരേജിലുള്ളൊരു അതിഥി. ഇത് ആൽവിൻ ചേട്ടൻ്റെ കസിൻ്റെ ഒരു വണ്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിള്ളേരെല്ലാം നമ്മുടെ വില്ലൻ്റെ ആ ഒരു അഴക് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനുൾപ്പെടെ. അപ്പോൾ വില്ലൻ ദാണ്ട് അവിടെ നിന്ന് ഇടിച്ച് മഴക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ കാണാം, സീ യു, ബൈ. ഇതെന്താ ഫാൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പോലും കയറ്റാതെ വണ്ടി മാത്രം ഒറ്റയ്ക്കാണ് ഫാൻ സ്ട്രിപ്പ് പോകുന്നതാണോ നിങ്ങൾ ആലോചിച്ചത്? എങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണേഴ്സിനെ പോലും ഇതുവരെ വണ്ടി കാണിച്ചിട്ടില്ല. അപ്പം വണ്ടി ഓഫീസിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിനുശേഷം വണ്ടി തിരിച്ചു വരികയും ചെയ്തു കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകുകയാണ്. ഗ്യാരേജിനകത്തോട്ട് തന്നെ വണ്ടി ഇപ്പം കയറ്റുന്നതാണ്. എൻ്റെ വണ്ടി റിവേഴ്സ് എടുത്ത് നമ്മുടെ വില്ലൻ തിരിച്ച് ഗ്യാരേജിനകത്ത് കയറുന്നത് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മുകളിൽ ഒരു ഓല ഇതുപോലെ തട്ടുന്നുണ്ടോ? അത് വേറൊന്നുമല്ല ഗൈസ്, വണ്ടി ഇതുപോലെ ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് മുകളിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഓല ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഞാൻ കണ്ടുപിടിച്ചതാണ്.
ഇനിയും ഞാൻ ഇതുപോലത്തെ ചളികൾ അടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പണി നോക്കി പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഞാൻ ചളി അടിക്കുന്നില്ല ഗൈസ്. അപ്പോൾ വേണ്ടേ ഇവിടെ നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ നമ്മുടെ വണ്ടിയിൽ കയറാൻ വേണ്ടി റെഡിയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടിക്കുള്ളിൽ കയറി തുടങ്ങി. അപ്പം നമ്മൾ വലതുകാലിൽ വെച്ച് നമ്മുടെ വില്ലനകത്ത് കയറിയിട്ടുണ്ട്. 2x2 സീറ്റാണ്, നല്ല അടിപൊളി കംഫർട്ടബിൾ പുഷ് ബാക്ക് സീറ്റ്സ് ആണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഇന്റീരിയറിലെ ലുക്കൊക്കെ സൂപ്പറാണ്. പിന്നെ മാഗസിൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കണ്ട് ഇതുപോലെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ആദ്യമേ വന്ന് എന്തോ പറഞ്ഞതെന്ന് വെച്ചാൽ പുറകിലിരിക്കുന്ന പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് ആയുഷ്മാൻ ഭവ എന്നാണ്. അപ്പോൾ നമുക്ക് പുറകിലിരിക്കുന്നവരെ ഒന്ന് ഒരു നോക്ക് കണ്ടേക്കാം അവസാനമായിട്ട്. അവരുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാവും. പുറകിൽ 4 കിക്കർ L7 ആണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ കണ്ടേക്കാം. എല്ലാവരും വേണ്ട അവിടെ ഇരിപ്പുണ്ട്. എന്താവോ എന്തോ. Zimam bing bing boom.
അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിക്കകത്ത് അടിച്ച് പൊളിച്ച് ഫുള്ള് ഇടിച്ച് മുഴക്കിയതുകൊണ്ട് നമ്മുടെ ഒരു ഫേമസ് സ്പോട്ട് ഉണ്ടല്ലോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. ഇവിടെ വെച്ചാണ് കിങ് ബുള്ള് നമ്മുടെ ബോസ് ആണെങ്കിൽ ഒരു പെട്ടിക്കട ഫുള്ള് വിറപ്പിച്ചത്. ആ സ്പോട്ടാണ് ഇത്, ഈ സ്പോട്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വിറപ്പിക്കാനൊന്നും നിന്നില്ല. പക്ഷെ നമ്മുടെ വരവ് നമ്മൾ നല്ല രീതിക്ക് അറിയിച്ചായിരുന്നു. അതെന്തുവാ സംഭവം എന്ന് നിങ്ങൾ ഉടനെ കാണും. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കണ്ണ് നമ്മുടെ വണ്ടിയിൽ തന്നെ ആയിരുന്നു. നമ്മൾ വരുന്ന വഴി ഓരോരുത്തർ നമ്മുടെ വണ്ടിയിൽ നോക്കുകയും ടാറ്റ കാണിക്കുകയും പിന്നെ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിർത്തിയപ്പോൾ അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ ഓടിക്കൂടിയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വരുന്ന വഴിയൊക്കെ ഓരോരുത്തർ നമ്മുടെ വണ്ടിയുടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു വണ്ടിക്കാരനാണെങ്കിൽ വണ്ടി സൈഡാക്കിയിട്ട് വണ്ടിക്കകത്തിരുന്ന് നമ്മുടെ വീഡിയോ എടുത്തു. എന്നിട്ടാണ് പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോയത്. എല്ലാവരുടെയും ആ ഒരു റിയാക്ഷൻസ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. അത് നമ്മൾ വണ്ണസിനകത്ത് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും നമ്മുടെ വണ്ടി തന്നെ നോക്കി നിൽക്കും. ആ ഒരു സംഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ട്രാവൽ ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു, പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്? ദേ കണ്ടോളൂ. അങ്ങനെ നമ്മൾ വാഗമണിലേക്കുള്ള വരവും അറിയിച്ച് നമ്മൾ ഒരു സന്ധ്യ ആയപ്പോഴത്തേക്ക് നമുക്ക് താമസിക്കേണ്ട റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ 2 വണ്ടികളും ഇതിൽ കൂടുതൽ പിള്ളേരും ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 10, 11 ഈ ഒരു ഡേറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയിരുന്നത്. അപ്പോൾ പകുതി പേർക്ക് ഈ ഒരു ഡേറ്റ് ഓക്കെ ആയിരുന്നു. പിന്നീട് പല അസൗകര്യങ്ങൾ കാരണം ഒക്കെ അല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഇപ്പോൾ ഈ ട്രിപ്പ് പോകുന്നത്. നമ്മളിപ്പം 10, 11 ഈ ഒരു ട്രിപ്പ് വന്നു. ഇനി അടുത്ത ബാച്ച് ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 ഈ ഡേറ്റിലായിരിക്കും പോകാൻ പോകുന്നത്. അവരും ദിശാവതാരണത്ത് തന്നെ ആയിരിക്കും പോകുന്നത്. അവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ റിലീസ് ആകാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ബാച്ച് തിരിക്കാതെ പോയായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ വില്ലനും പിന്നെ റിപ്പർ ഗ്യാങ്ങിൽ ഏതെങ്കിലും ഒരു വണ്ടിയും കൂടെ ഉണ്ടായേനെ. അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രിപ്പ് 2 ബാച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ടൈം കുറവായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡിലേ ആയത് ഇത്രയും. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി ഒരു റിസോർട്ടിലേക്കാണ് എന്തായാലും എത്തിച്ചേർന്നത്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇത് ഏറ്റവും ബേസ്മെൻ്റ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറാണിത്. ഈ ഒരു റൂമിൽ ഞാൻ ഉൾപ്പെടെ 3 പേരാണ്. 2 പേര് പുറത്തോട്ട് പോയിക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ രാത്രിയിലത്തേക്കുള്ള നമ്മുടെ ഫുഡ് ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ണസിൻ്റെ ലൈവ് ഫുഡ് പ്രിപ്പറേഷനാണ്. ഇതിന് മുമ്പ് ഒരു ന്യൂ ഇയർ ട്രിപ്പ് പോയപ്പോൾ അന്ന് വണ്ണസിൻ്റെ ലൈവ് പ്രിപ്പറേഷൻ അല്ലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന്. പക്ഷേ ഈ പ്രാവശ്യം ആ വിഷമം അങ്ങ് മാറി കിട്ടും. പിന്നെ നമ്മുടെ ടോപ്പിൽ, ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പൂളൊക്കെ ഉണ്ട്. അത് രാവിലെ ആകുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ പൂളിലേക്കൊക്കെ പോകുന്നതായിരിക്കും. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡൊക്കെ റെഡിയാണ്. ഫുഡ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പയർ ചെയ്ത സ്ഥലത്ത് നിന്ന്. ഇവിടെ ടേബിളും ചെയറൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ണസിൻ്റെ ക്രൂ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട്. നമുക്ക് പൊറോട്ട, ചിക്കൻ ഫ്രൈ, ഗ്രേവി ആണ് ഇന്ന് നമ്മുടെ ഡിന്നർ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡിനെ പറ്റി മോശമൊന്നും പറയാനില്ല. പക്ഷേ ആ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു. ആ ചിക്കൻ ഫ്രൈയും ആ ചിക്കൻ്റെ അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഗുഡ് മോർണിംഗ് വാഗമൺ. അങ്ങനെ വാഗമണിലൊരു അടിപൊളി ഉറക്കം കഴിഞ്ഞ് രാവിലെ എണ്ണീറ്റ് നമ്മൾ ടോപ്പിലെത്തിയേക്കുവാണ്. ഇവിടെ പൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും നീരടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ബാക്ക് സ്ട്രോക്ക് ഒക്കെ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ദോ കിടക്കുന്ന നമ്മുടെ ചെറുക്കൻ നല്ല തലയെടുപ്പോടെ അവിടെ കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ പൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അങ്ങനെ നമ്മൾ ലൈനിൽ നിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി. ഇഡലി, സാമ്പാർ, ചട്നി ആൻഡ് ചായ.
എൻ്റെ പൊന്നു മക്കളെ ഉള്ളത് പറയണല്ലോ, നല്ല അടിപൊളി പൂ പോലത്തെ ഇഡ്ഡലി. ഞാൻ ഒരു ഇഡ്ഡലി ഫാൻ അല്ല, പക്ഷേ ഇത് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ പിന്നെയും പോയി വാങ്ങിച്ചു. അപ്പോൾ അതായത് സൈഡിൽ അവിടെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ ബാഗും വെച്ചിട്ട് ജീപ്പിലും കയറിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സൈറ്റ് സീയിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഓഫ് റോഡും ട്രക്കിങ്ങും സൈറ്റ് സീയിങ്ങും എല്ലാം കൂടെ ഉള്ള പരിപാടിയാണ്. ഒരു 8 ജീപ്പോളം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ട് നമ്പർ 1 എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ജീപ്പിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇതേണ്ട അടുത്ത സ്പോട്ടിൽ എത്തിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ജീപ്പെല്ലാം എന്തെങ്കിലും അപ്പുറത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി റിസർവയറിൻ്റെ ബാക്കാണ് ഇതിൽ കാണുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് മടങ്ങിയത്. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിന് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് വീണ്ടും ജീപ്പിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഓഫ് റോഡിങ് പോലത്തുള്ള റോഡിൽ കൂടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുലുങ്ങി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ സ്പോട്ടാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ ഒരു വെള്ളച്ചാട്ടമുള്ള ഈ ഒരു സ്പോട്ടിന്റെ പ്രത്യേകത എന്തുവെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സൈഡിൽ വെള്ളം വരുന്നത് ഒരു കേവിനകത്തൂടെയും അതേസമയം അപ്പുറത്തെ സൈഡിൽ വെള്ളം വരുന്നത് സാധാ ഒരു വാട്ടർഫോൾ പോലെ മേളിൽ നിന്ന് പാറയുടെ മണ്ടയ്ക്കൂന്ന് ഇതുപോലെയാണ് വീഴുന്നത്. ഇതാണ് ഈ ഒരു സ്പോട്ടിന് പ്രത്യേകത. നമ്മൾ ആ സ്പോട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫൈനൽ സ്പോട്ട്, നമ്മുടെ 4ാമത്തെ സ്പോട്ടിൽ എത്തിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കാണാൻ. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. ഇവിടെ നമ്മുടെ ലഞ്ച് ആയിട്ടുണ്ട്. ലഞ്ച് നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചോറ്, പുളിശ്ശേരി, മീൻകറി, ബീഫ് ഫ്രൈ, ചമ്മന്തി, പച്ചടി ആൻഡ് അച്ചാർ. ആ ബീഫ് ഫ്രൈ ഒക്കെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. പിന്നെ പുളിശ്ശേരി സൂപ്പർ ആയിരുന്നു, മീൻകറി എല്ലാം സൂപ്പർ, എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. ഞാൻ സാധാരണ ചോറ് അധികം കഴിക്കാറില്ല, പക്ഷേ ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു റൗണ്ടും കൂടെ പോയി വാങ്ങിച്ചു. കാരണം എല്ലാ സൈഡ് ഡിഷും എല്ലാം സൂപ്പറായിരുന്നു. A few moments later.
അങ്ങനെ ഗൈസ് നമ്മൾ പൈൻ ഫോറസ്റ്റിൽ എത്തിയേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മുടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലണ്ടന്റെ നീലിപ്പെണ്ണ് വേണ്ട ഇവിടെ കിടപ്പുണ്ട്. ലണ്ടനകത്ത് വന്ന പിള്ളേർ നമ്മുടെ വണ്ടി വന്ന് കാണുകയും വണ്ടിയുടെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ പാട്ടിട്ട് നിർത്തിയതിന് ശേഷം അതേ സെയിം പാട്ട് ആ കിടക്കുന്ന ബ്ലൂ തമിഴ്നാട് വണ്ടി അവർ ആ പാട്ട് ഓക്കിലിട്ടു. ആ വണ്ടിയിൽ വന്ന പിള്ളേരാണ് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോ കേൾപ്പിക്കാത്തതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അത് വേറൊന്നും കണ്ടല്ല, ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് എൻ്റെ എന്തോ സെറ്റിങ്സ് മാറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഓഡിയോ കിട്ടിയിട്ടില്ല, വീഡിയോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന വഴി കുറേ കടകളൊക്കെ ഉണ്ട്, ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള കടയുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ വന്ന സമയത്ത് കണ്ട ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല സൂപ്പറായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഗൈസ് ഇതിന് ശേഷം നമ്മൾ ഇനി പാർക്കിംഗ് ഗ്രൗണ്ടിൽ ബാക്കി സംഭവങ്ങൾ കാണാം. பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടന്ന് തിമിർത്തു. നമ്മുടെ തൊട്ടിപ്പുറത്ത് കിടന്ന ബസ്സില്ലേ, ആ ബസ്സിനകത്ത് പിള്ളേർ നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലണ്ടനിലെ പിള്ളേർ കൊണ്ട് അങ്ങനെ നമുക്ക് ടാറ്റ ആയിരുന്നുണ്ട്. നമ്മൾ തിരിച്ചും ടാറ്റ ഒക്കെ കൊടുത്തവരെ പറഞ്ഞു വിട്ടു. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്.
അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ലാൻഡഡ് ടു ദ നെക്സ്റ്റ് സ്പോട്ട്. അങ്ങനെ നമ്മൾ മൊട്ടക്കുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് പേര് അകത്തോട്ട് പോകുന്നുള്ളൂ, കാരണം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ബാക്കിയുള്ളവർ വണ്ടിക്കകത്തിരിക്കാനാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറ്റി വിട്ടു നമ്മുടെ അപ്പുച്ചേട്ടൻ. ഒരു 8 പേരെങ്ങാണ്ട് നമ്മൾ അകത്ത് കയറിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിലാണ്. ഇവിടെയും കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതൊന്നും അല്ല രസം, നമ്മുടെ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ ഒരു പട്ടി നിപ്പുണ്ടായിരുന്നു. ആ പട്ടി എടുത്ത് നമ്മുടെ അപ്പുച്ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ പട്ടിയാണെങ്കിൽ വണ്ണസിനകത്ത് വന്ന ഈ ഒരു 8 പേരുടെ കൂടെ മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ ആര് വന്നാലും അവരുടെ കൂടെ പോകത്തില്ല. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അത് നമ്മുടെ കൂടെ ഉണ്ട്. മഴ പെയ്തപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയുന്നു, ഇതും നമ്മുടെ കൂടെ കയറി നിന്നു. പ്രേമലുവിനകത്തുള്ള ഡയലോഗ് പോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ട്സും ദേവനും എടുക്കുന്നുണ്ട്. സത്യം പറ അപ്പുച്ചേട്ടാ, നിങ്ങൾ അതിനോട് എന്താണ് പറഞ്ഞത്? വണ്ണസിലെ പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ആണോ? ഈ മഴ ഇപ്പോഴെങ്കിലും തീരത്തില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ മഴ നനഞ്ഞിറങ്ങി. കൂടാതെ കണ്ട് ഇവനും പാവമായിരുന്നു, ഞങ്ങളുടെ കയ്യിലൊന്നും കഴിക്കാനില്ലായിരുന്നു, അതുകൊണ്ട് അവനൊന്നും കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒരു വിഷമം. ഇത് വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ റീലെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്റർടൈൻമെന്റിന്റെ കൂടെ കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടി റീൽസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, നമുക്ക് വണ്ടിയുടെ ഏറ്റവും ബാക്കിലോട്ട് എത്താൻ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബാക്കിലത്തെ കിക്കറൊക്കെ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഒരു 4 ഹെഡ്ലൈസറൊക്കെ കിടന്ന് അടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വേറൊരു സംഭവമുണ്ട്. നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങിയാലും എവിടെ ചെന്ന് കാലുകുത്തിയാലും മഴയാണ്. നേരത്തെ മൊട്ടക്കുന്നിൽ പോയപ്പോൾ മഴ, അതിന് മുമ്പും മഴ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ കാലെടുത്ത് കുത്തിയപ്പോൾ എവിടെയും മഴ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. അൽഫാം മന്തിയാണ് ഡിന്നർ മാത്രം ഹോട്ടലിൽ നിന്നാണ്. പിന്നെ കൂടെ നമ്മളൊരു ഫാമിലി പാക്ക് പെപ്സിയും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ക്യാബിനിലോട്ട് വന്നു ക്യാബിൻ വീഡിയോ എടുക്കാൻ വേണ്ടി. ഇപ്പോഴാണ് ക്യാബിൻ വീഡിയോ എടുക്കാൻ ഒരു ടൈം കിട്ടിയത്. അപ്പോൾ കിട്ടിയ ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു വന്നിട്ട് നമ്മുടെ ട്രിപ്പിന്റെ റിവ്യൂ പറയുന്ന ചടങ്ങിലേക്ക് കടന്നു. നമ്മൾ 2 വണ്ടിയായിട്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പം ഒറ്റ വണ്ടി എന്ന രീതിയിൽ പോയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ ഞങ്ങൾക്ക് വേണം. നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണിത്. അപ്പം നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾക്കൊരു വീഡിയോ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനാൽ ഓരോരുത്തരായിട്ട് വന്ന് നമുക്ക് റിവ്യൂ എന്ന രീതിയിൽ നമ്മുടെ വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, ഈ ഫാൻസ് ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യണം. അടിപൊളി ലൈറ്റ്, അടിപൊളി സൗണ്ട്, ലോക്കൽ അടിപൊളി. നാട് കണ്ണൂർ ഇപ്പം എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. വണ്ടീനെ പറ്റി പറയാനെല്ലാം പോക്കര് അടിയല്ലോ അടിപൊളിയാണ്. പിക്ചറ് കാണാൻ പറ്റിയില്ല അവരുടെ സമയത്ത്, അത് കാണാൻ ട്രിപ്പെല്ലാം അടിപൊളിയാണ്. അങ്ങനെ ഒരു 4-5 പേരെ കൊണ്ട് റിവ്യൂ പറയിപ്പിച്ചു. എല്ലാവർക്കും പാട്ടൊക്കെ ഇട്ട് എത്രയും പെട്ടെന്ന് തുള്ളിയാൽ മതി. അതുകൊണ്ട് എല്ലാവരും റിവ്യൂ പറയാൻ വേണ്ടി നിന്നില്ല. നമ്മുടെ ദശാവതാറിന്റെ വർക്ക് കഴിഞ്ഞ്, അതായത് ഒരു 70% വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് നമ്മുടെ ഈ ഒരു ഫാൻസ് ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ നമ്മുടെ ഈ ഒരു ട്രിപ്പിനുണ്ട്. പിന്നെ വേറൊരു വെയിറ്റ്, നമ്മുടെ ഒരാൾ റിവ്യൂ പറഞ്ഞിട്ട് ഇരുന്നപ്പോൾ വോക്കിൽ ചെറുതായിട്ടൊന്നും ഉണ്ടായി. സോ ചെറുതായിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ റിവ്യൂ കേട്ടു. നമ്മുടെ ഇത്തരം ബഡ്ഡീസിന് നമ്മുടെ വക ഒരു നന്ദി. ഓരോരോ പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം മൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഹൈവേക്കുള്ള പണി.
അങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ ഒരു യാത്ര അതേണ്ടേ ഈ ഒരു നിമിഷം കൊണ്ട് ഇവിടെ വിരാമം കുറിക്കുകയാണ്. വണ്ടിയിലെ ക്യാബിൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് നേരെ ചെന്ന് കാണുന്നത്. ആ ക്യാബിനിലിരിക്കുന്ന ആ മൂങ്ങയുടെ കണ്ണീന്ന് 2 ഡോട്ട് ലൈസർ, ചുമന്ന ഡോട്ട് ലൈസർ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ക്യാബിൻ വർക്കൊന്നും ഒരു രക്ഷയും ഇല്ല. ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ്. നമ്മുടെ വില്ലന്റെ 70% വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ബാക്കി 30% വർക്ക് ബാക്കി പെൻഡിങ് ഉണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു രീതിയാണെങ്കിൽ ബാക്കി വർക്കും കൂടെ കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, വില്ലനെ വെല്ലാൻ വില്ലൻ മാത്രം. അങ്ങനെ എന്റെ സ്വപ്നമായ വില്ലനകത്തൊരു യാത്ര അതും സാധ്യമായി. പഴയ വില്ലനകത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും പുതിയ നമ്മുടെ ദശാവതാരണത്ത് നമുക്ക് പോകാൻ പറ്റി. പിന്നെ വണ്ണസിന്റെ ലൈഫ് ഫുഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്ര അടിപൊളിയായിട്ട് ഈ ഒരു ട്രിപ്പ് സാധ്യമാക്കിയ വണ്ണസും പിന്നെ ബഡി സ്റ്റൂർ ലൈൻസിന് ഒരു ബിഗ് താങ്ക്സ്.